ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഭൂമി എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ പറയുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അതായത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ആ ഒരു ആകർഷണ ബലത്തെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും പരസ്പരം ആകർഷിക്കുന്നതിനോടൊപ്പം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്കും ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭൂമി എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബലത്തിന് പറയുന്ന പേരാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു വസ്തു എറിയുമ്പോൾ മുകളിലേക്ക് ഒരു കല്ലെറിയാണ്. അപ്പോൾ മുകളിലേക്ക് ഒരു കല്ലെറിയാണെങ്കിൽ ആ മുകളിലോട്ട് എറിഞ്ഞ കല്ല് താഴേക്ക് വരുന്നത് അത് ഈ പറയുന്ന ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ ഞെട്ടറ്റ ഒരു മാമ്പഴം താഴേക്ക് പതിക്കുന്നത് അത് ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നത് ഇതൊക്കെ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ്. അത് മുകളിലേക്ക് എറിയുന്ന എന്ത് വസ്തുവും ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഭൂഗുരുത്വാകർഷണ ബലമാണ്. വസ്തുക്കൾ തമ്മിൽ ആകർഷണമുള്ളതുപോലെ ഭൂമിയും സൂര്യനും തമ്മിലും, ഭൂമിയും നക്ഷത്രങ്ങളും തമ്മിലും, അതുപോലെ ഭൂമിയും ചന്ദ്രനും തമ്മിലും, ബാക്കിയുള്ള ആകാശഗോളങ്ങളും ഭൂമിയും വസ്തുക്കളും ഒക്കെ തമ്മിലും ഈ പറയുന്ന ആകർഷണ ബലം ഉണ്ട്. ഓക്കെ, ഭൂമി ഗുരുത്വാകർഷണത്തിന്റെ ദിശ എപ്പോഴും എന്തായിരിക്കും, ഭൂകേന്ദ്രത്തിലേക്കായിരിക്കും. അതായത് ഗുരുത്വാകർഷണം ഭൂമി എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഭൂഗുരുത്വാകർഷണത്തിന്റെ ദിശ എന്ന് പറയുന്നത് കേന്ദ്രത്തിലേക്കായിരിക്കും, അതായത് താഴേക്കാണ്. ഓക്കെ, ഇനി ഭൂഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു സദിശ ബലം എന്ന് പറയുന്നത് ഒരു സദിശ ബലമാണ്. അതായത് ബലം പൊതുവെ സദിശ അളവാണ്. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം അതായത് ഫോഴ്സും എന്ത് അളവാണ്, സദിശ അളവാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് പറയാം, മാസും അതുപോലെ തന്നെ എന്താണ് വെയിറ്റും. അങ്ങനെ രണ്ട് പാരാമീറ്റേഴ്സ് നോക്കണം, എന്താണ് മാസ് അതുപോലെ തന്നെ എന്താണ് വെയിറ്റ് എന്നുള്ള രണ്ട് പാരാമീറ്റർ നോക്കിയാൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പിണ്ഡത്തിന്റെ അളവ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ആൻ ഒബ്ജക്ട്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ മാസ് ആയിട്ട് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന അളവിനെയാണ് മാസ് ആയിട്ട് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മാസ് അളക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ പറയുന്ന ത്രാസ്, നോർമൽ ആയിട്ടുള്ള ത്രാസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, സാധാരണ കോമൺ ബാലൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാസ് അളക്കുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. അതേസമയം ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഒരു വസ്തുവിനെ ഭൂമി എത്രമാത്രം ആകർഷിക്കുന്നുണ്ട്, അതിന്റെ സെന്ററിലേക്ക് എത്രമാത്രം ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ആകർഷണം, കേന്ദ്രത്തിലേക്കുള്ള ആകർഷണം എത്രമാത്രമാണ് ആ വസ്തുവിനേക്ക് എന്നതാണ് ഈ പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ആക്ച്വലി ഇറ്റ്സ് എ ഫോഴ്സ് ആണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ് വെയിറ്റിന്റെ യൂണിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ എത്രമാത്രം ആ വസ്തു എം മാസുള്ള ഒരു വസ്തുവിനെ എത്രമാത്രം അത് അട്രാക്ട് ചെയ്യുന്നത്, അതായത് MA, അതായത് എത്രമാത്രം അത് ആക്സലറേഷൻ താഴേക്ക് വരുന്നു, MG എന്നുള്ളതാണ് ആക്ച്വലി എന്തായിട്ട് പറയുന്നത്, അത് നമ്മൾ വെയിറ്റ് ആയിട്ട് പറയുന്നത്. ഒരു ആകർഷണ ബലം അത് സാധാരണ രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്പ്രിംഗ് ബാലൻസ് ഒക്കെ ഉപയോഗിച്ചാണ്, അതായത് സ്പ്രിംഗ് ക്ലാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആകർഷണ ബലം അളക്കുന്നത്. അതായത് ഈ പറയുന്ന വെയിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജി കൂടുന്നതിനനുസരിച്ച് വെയിറ്റും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഭൂമിയിൽ നിന്ന് 60 കിലോ ഉള്ള ഒരാൾ ചന്ദ്രനിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ 1/6, അതായത് 1/6 കുറയും, അതായത് ഒരു 10 കിലോ ആയിട്ട് മാറും. അതിന് കാരണം ഭൂമിയിലെ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ആണ് മാറുന്നത്. അപ്പോൾ ആ വസ്തുവിൻ്റെ മാസിൽ യാതൊരു മാറ്റമില്ല. മാസ് ഇവിടെ എത്രയായിരുന്നു അത്രയും തന്നെയാണ് എവിടെ പോയി അളന്നാലും, പക്ഷേ വെയിറ്റിൽ മാറ്റം വരും. കാരണം ഗ്രാവിറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എർത്ത് അട്രാക്ട് ചെയ്യുന്നു, അവിടെ ചന്ദ്രൻ അട്രാക്ട് ചെയ്യുന്നു. അപ്പം രണ്ടുപേരുടെയും ആകർഷണം, എർത്ത് ഭൂമി അട്രാക്ട് ചെയ്യുന്നത് പോലെയല്ല ഒരു വസ്തുവിനെ ചന്ദ്രൻ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ അട്രാക്റ്റീവ് ഫോഴ്സ് വ്യത്യാസമാണ്. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് വ്യത്യാസമാകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് എന്ത് ചെയ്യുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് പറയാൻ പറ്റും. ഇപ്പം F=mg അത് വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ 1 കിലോഗ്രാം ഒബ്ജക്റ്റ് ആണ്, അതായത് 1 ഒബ്ജക്ട് കിലോഗ്രാം, 9.8 ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്കിൽ നമുക്ക് ഒരു കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ കേസിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എത്രയാണ്, 9.8 ന്യൂട്ടൺ ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ എന്താണ്, മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വെയിറ്റും മാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും ഒരൊറ്റ ക്വാണ്ടിറ്റി അല്ല, വെയിറ്റും മാസും എന്തല്ല ഒരൊറ്റ പാരാമീറ്റർ അല്ല, അല്ലെങ്കിൽ ഒരൊറ്റ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടിസ്ഥാനമാക്കി ന്യൂട്ടൺ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് വെച്ചാൽ, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ആകർഷണ ബലം, ഭൂമിയിലെ വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലം, അപ്പോൾ രണ്ട് വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് ആ വസ്തുക്കളുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവയുടെ അകലത്തിന്റെ വർഗ്ഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നുള്ളതാണ് ഐസക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ് ദാറ്റ് every object attract to every body in the universe attract to each other. That attractive force is directly proportional to the product of mass and inversely proportional to the square of the distance between them എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r² ഡിവൈഡഡ് ബൈ r² ആണ്. m1 m2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്ട്സ്, ആ രണ്ട് ഒബ്ജക്റ്റിന്റെ മാസ് ആണ് m1 m2 എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഒരു ലോ ആണ്. അതിൽ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരുന്നുണ്ട്, അത് g ആണ്. g ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r² ആണ്. g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, സ്ഥിരാങ്കമാണ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് g എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 ആണ്. യൂണിറ്റ് ഒക്കെ നമുക്ക് മറ്റേ രീതിയിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ജിയുടെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ജിയുടെ മൂല്യം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്, ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടുപിടിച്ചത്. ഇനി ഈ നിയമം സാർവികമാണ് എന്നതിന് കാരണം, അതായത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതിന് കാരണം, വലുതോ ചെറുതോ ആകാശമോ ഭൗമോപരിതലമോ ആകട്ടെ എല്ലായിടത്തും ഈ നിയമം എന്താണ്, എല്ലാ വസ്തുക്കൾക്കും ഈ നിയമം പ്രയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് സാർവിക ഗുരുത്വാകർഷണ നിയമമാണ്. സാർവിക ഗുരുത്വാകർഷണം എന്ന് വെച്ചാൽ എല്ലാ ഏരിയാസിലും, വസ്തു ചെറുതായിക്കൊള്ളട്ടെ വസ്തു വലുതായിക്കൊള്ളട്ടെ, വസ്തുക്കൾ എത്ര അകലത്തിൽ ഇരുന്നോളട്ടെ, പിന്നെ വസ്തുക്കൾക്ക് ഭൗമോപരിതലത്തിലാകട്ടെ അത് വേറെ ഏതെങ്കിലും ഉപരിതലത്തിലാകട്ടെ, ഇവിടെ ഇരുന്നാലും ഈ പറയുന്ന സാർവിക ഗുരുത്വാകർഷണ നിയമം ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കാൻ കാരണം. ഇനി
പരസ്പര ബന്ധമില്ലാതിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന നിരവധി പ്രതിഭാസങ്ങളെ ഈ നിയമം എന്ത് ചെയ്തു വിശദീകരിച്ചു. അതായത് നമ്മുടെ ഭൂമിയുമായി ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ബലം, അതുപോലെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ പരിക്രമണത്തെപ്പറ്റി, സൂര്യനും ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതിനെ പറ്റി, സൂര്യനും ചന്ദ്രനും കാരണമുണ്ടാകുന്ന വേലിയേറ്റത്തെ പറ്റിയിട്ട്, അതായത് വേലിയേറ്റത്തെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് ഈ പറയുന്ന സാർവിക ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഫലമായിട്ടാണ്. ഇനി അതിനകത്ത് ഒരാളെ പരിചയപ്പെടാം. താനു പത്മനാഭൻ എന്ന് പറയുന്ന ആൾ. കോസ്മോളജി, ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് താനു പത്മനാഭൻ. അതായത് ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ഗുരുത്വാകർഷണ സ്ഥിരാങ്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാതൃക ഇദ്ദേഹം അവതരിപ്പിച്ചു. പത്മശ്രീ, കേരള ശാസ്ത്ര പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾക്ക് അർഹനായ ഒരു വ്യക്തിയാണ് താനു പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി എന്താണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്? പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണം ഉള്ള പ്രപഞ്ച വസ്തുക്കളെയാണ് തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അതായത് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് പ്രകാശത്തിനെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതിശക്തമായ ഗുരുത്വാകർഷണ ബലത്തോടുകൂടി ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിരിക്കുന്നതിനാണ് നമ്മൾ തമോഗർത്തങ്ങൾ എന്ന് വിളിക്കുന്നത്, അതായത് ബ്ലാക്ക് ഹോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്തത്, സാധാരണഗതിയിൽ പ്രകാശം വിട്ടുപോകാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ടെങ്കിൽ പ്രകാശം അവിടെ നിന്നെല്ലാം വിട്ടുപോകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അത്രയും അതിശക്തമായിട്ടുള്ള ഒരു ഗുരുത്വാകർഷണ ബലത്താൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രപഞ്ച വസ്തുവാണ് തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ആ വസ്തുവിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പ്രകാശത്തിന് പോലും പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമോഗർത്തത്തിന്റെ സാധ്യതകളെ പറ്റി 1916 എന്ത് ചെയ്തത് പ്രവചിക്കപ്പെട്ടത്. ആരുടെ ശ്രമഫലമായിട്ടാണ്? സർ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ശ്രമഫലമായിട്ടാണ്. തമോഗർത്തങ്ങളുടെ സാന്നിധ്യത്തിൽ ശരിയായ തെളിവുകൾ ലഭിച്ചത് ഏകദേശം 2017ഓളം കാത്തിരിക്കേണ്ടി വന്നു തമോഗർത്തത്തെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. സൂര്യന്റെ പല മടങ്ങ് മാസമുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിൽ ചിലത് തമോഗർത്തങ്ങളായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് കണ്ടുപിടുത്തം. ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ നമ്മുടെ ഗാലക്സിയിലൊക്കെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന സൂര്യന്റെ പല മടങ്ങ് മാസമുള്ള, അത്രയും കൂടുതൽ, സൂര്യനേക്കാൾ 10 മടങ്ങ് മാസമുള്ള നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പരിണാമങ്ങൾ ഇങ്ങനെ സംഭവിച്ച് രൂപമാറ്റങ്ങൾ നടന്നിട്ടാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം തമോഗർത്തങ്ങളായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് തമോഗർത്തങ്ങളിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്, ഈ പറയുന്ന ഗാലക്സിയിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി ഗുരുത്വാകർഷണ ബലം, അതായത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ നോക്കാനായിട്ടുള്ളത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന സമയത്ത് ഈ ആകർഷണത്തിൻ്റെ ഫലമായിട്ട് ഒരു ത്വരണം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുമ്പോൾ, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുമ്പോൾ ഒരു ബലം, ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ആകർഷിക്കുന്നത്. അപ്പോൾ ആകർഷിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ത്വരണമുണ്ട്. ആ ത്വരണത്തിന്, അപ്പം ആകർഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ത്വരണമുണ്ട്. ആ ത്വരണത്തിന് പറയുന്ന പേരാണ് ഭൂഗുരുത്വാകർഷണ ത്വരണം, അഥവാ ജി എന്ന ലെറ്ററാണ് സൂചിപ്പിക്കുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഭൂമിയിൽ പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ ആയിരിക്കും. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് 9.8 ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് 9.8 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. അതായത് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറയുന്നത് F is equal to എന്താണ്? ഫോഴ്സ് F is equal to m1 m2 by r² ആണ്. m1 m2 by r² ആണ് നമ്മൾ ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. F is equal to m1 m2 by r². പിന്നെ ഒരു വസ്തു നിർബാധം എന്ത് ചെയ്യാണ്? താഴേക്ക് പതിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഒരു വസ്തു നിർബാധം താഴേക്ക് പതിക്കുകയാണ് ഭൂമിയുടെ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട്. അപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്നത് ഭൂമിയുടെ മാസമായിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ m ഉം സ്മോൾ ലെറ്റർ m2 എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസമായിട്ടുള്ള സ്മോൾ ലെറ്റർ m ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഒരു വസ്തു എന്ന് പറയുന്നത് ഭൂമി എർത്തായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എർത്തിൻ്റെ മാസ് എമ്മും, അതുപോലെ തന്നെ ഒരു വസ്തു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തു അത് സ്മോൾ ലെറ്റർ എമ്മും എടുക്കുകയാണ്. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എർത്ത് വരയ്ക്കുന്നു, എർത്തിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ സർഫസിലിരിക്കുന്ന എം മാസുള്ള ഒരു വസ്തുവിലേക്ക് ജി ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം, ജി ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ എന്ന് ചെയ്യാം മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ എം എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം ജി എന്ന് എടുക്കാം. കാരണം ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ത്വരണം ഉണ്ടായത്. അപ്പോൾ എം ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എമ്മും കൂടി ക്യാൻസൽ ആയി പോകുമ്പോൾ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ വെച്ച് ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി എന്ന് പറയുന്നത് സ്ഥിരാങ്കമാണ്, ഗ്രാവിറ്റേഷൻ സ്ഥിരാങ്കമാണ്, നമുക്ക് വിടാം. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ മാസിനെയും അതുപോലെ തന്നെ എർത്തിൻ്റെ റേഡിയസിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എർത്തിൻ്റെ മാസും എർത്തിൻ്റെ റേഡിയസും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായിരിക്കും നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജിയെ സംബന്ധിച്ചിടത്തോളം ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ജി ഒരിക്കലും വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വസ്തുവിൻ്റെ മാസിനെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ നേച്ചറിനെയോ ഒന്നും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ ജി വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജി വാല്യൂ ഒരിക്കലും വസ്തുവിൻ്റെ മാസിനെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ നേച്ചറിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ജി എന്തായാലും വേരി ചെയ്യത്തില്ല, 9.8 ആണ്, എങ്കിലും ജി എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എർത്ത് എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ല എർത്തിന് കാണപ്പെടുന്നത്. എർത്ത് ആസ് ഒരു ജിയോഡൽ ഷേപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ജിയോഡൽ ഷേപ്പ് ആകുമ്പോൾ അവിടെ ഇക്വറ്റോറിയൽ റീജിയനിലേക്കുള്ള റേഡിയസ് കൂടുതലും പോളാർ റീജിയനിലേക്കുള്ള റേഡിയസ് എന്തുമാണ്? കുറവാണ്. അതായത് ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് പറയുന്നത് കൂടുതലും, പോളാർ റേഡിയസ് എന്ന് പറയുന്നത് കുറവാണ്. പോളാർ റേഡിയസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നോക്കുന്ന സമയത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് റേഡിയസും അതുപോലെ തന്നെ
ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വില കുറവും പോളാർ റീജിയനിലെ ജിയുടെ വില എന്ന് പറയുന്നത് എന്തുമായിരിക്കും കൂടുതലാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ഇക്വറ്റോറിയൽ റീജിയനും പോളാർ റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോളാർ റീജിയനിലാണ്, അതായത് ധ്രുവപ്രദേശത്താണ് ജിയുടെ മൂല്യം കൂടുതൽ. ഏകദേശം ഒരു 9 നമ്മൾ സാധാരണ പറയുന്ന 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതിൽ നിന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസമൊന്നും വരത്തില്ല. എങ്കിൽ പോലും ധ്രുവപ്രദേശത്ത് ഉണ്ടാകുന്ന ജിയുടെ വില 9.83, അതായത് 3 ഒരു 0.03 കൂടി എന്നേ ഉള്ളൂ. അതേസമയം ജിയുടെ മൂല്യം ഈ പറയുന്ന ഇക്വറ്റോറിയൽ റീജിയനിലാണ് 9.83, ഇക്വറ്റോറിയൽ റീജിയനിൽ അഥവാ ഭൂമധ്യരേഖ പ്രദേശത്ത് വരുമ്പോഴത്തേക്ക് 9.78, അതായത് 9.8 വരാനുള്ളത് 9.78 ആയിട്ട് മാറി. അതാണ് ആക്ച്വലി ജിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജി ഏറ്റവും കൂടുതലുള്ളത് പോളാർ റീജിയൻ ആണ് കമ്പയർഡ് ടു ഇക്വറ്റോറിയൽ റീജിയൻ. അങ്ങനെ പോളാർ റീജിയനിൽ കൂടുതലും പോളാർ റീജിയനിൽ നിന്ന് നമ്മൾ ധ്രുവപ്രദേശത്ത് എത്തുമ്പോൾ ധ്രുവപ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുരുത്വാകർഷണം എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതിന് കാരണം വേറൊന്നുമല്ല, ഭൂമിയുടെ ഒരു ജിയോഡൽ ഷേപ്പാണ്. ആ ഒരു ഷേപ്പിന് കാരണമാണ് ഈ പറയുന്ന ജിയുടെ മൂല്യത്തിൽ പോളാർ റീജിയനിലും ഇക്വറ്റോറിയൽ റീജിയനിലും ഈ പറയുന്ന ഒരു വേരിയേഷൻ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇനി അടുത്തത് ചന്ദ്രനിലെ മാസ് എമ്മും ആർ റേഡിയസും ആണെങ്കിൽ ജിയുടെ മൂല്യം കണ്ടുപിടിക്കാൻ ചന്ദ്രൻ്റെ മാസം അതുപോലെ തന്നെ റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1.62 ആണ്. നമ്മുടെ 9.8 ആണെങ്കിൽ ചന്ദ്രൻ്റെ കേസിൽ മൂണിൻ്റെ കേസിൽ 1.62 അത്രയും കുറവാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചന്ദ്രനിൽ ഈ പറയുന്ന ജിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ഭൂമിയിലുള്ളതിനേക്കാൾ 6 ഉള്ളൂ, അതായത് 6 ഡിവൈഡ് ചെയ്യണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും കുറവാണ് ആരുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, ചന്ദ്രനിലെ ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചന്ദ്രനിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴോട്ട് പതിക്കുന്നത്. ഇത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്ന് വാദിച്ചത് ഗലീലിയോയാണ്. ഗലീലിയോ മറ്റേ പിസാ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരേ രീതിയിലുള്ള രണ്ട് വസ്തുക്കളെ മുകളിലേക്ക് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഇടുമ്പോൾ തൂവലും മറ്റതും നാണയവും ഒരേ ടൈമിൽ വരുന്നു എന്നൊക്കെ ഉള്ളത് തെളിയിച്ചത് ഇനി അങ്ങോട്ട് പറയുന്നതാണ്. അതായത് തൂവൽ നാണയം പരീക്ഷണം. അപ്പോൾ തൂവൽ നാണയ പരീക്ഷണത്തിലൂടെ ഈ കാര്യം തെളിയിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ നോർമലായിട്ട് കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനത്തിലാണ് താഴോട്ട് പതിക്കുന്നത്. അത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്ന് കണ്ടെത്തിയത് ഗലീലിയാണ്. എന്നാൽ തൂവലും നാണയവും പരീക്ഷണത്തിലൂടെ വായുവിൻ്റെ പ്രതിരോധം കാരണമാണ് തൂവൽ താഴെയെത്താൻ കൂടുതൽ സമയം എടുക്കുന്നതെന്നും വായു നീക്കം ചെയ്ത് വാക്വം കണ്ടീഷൻ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ തൂവലും നാണയവും ഒരേ സമയത്തിൽ തന്നെ താഴേക്ക് എത്തും എന്നും കണ്ടുപിടിച്ചത് ആ പരീക്ഷണം നടത്തിയത് തൂവൽ നാണയ പരീക്ഷണം നടത്തിയത് സർ ഐസക് ന്യൂട്ടനാണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇത് കൂടാതെ തന്നെ ഭൂഗുരുത്വാകർഷണ ബലത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭൂഗുരുത്വത്തിന്, അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എർത്തിന്റെ സർഫസിലാണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആയിട്ട് കാണപ്പെടുന്നത്. ഇനി എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു വസ്തു മുകളിലേക്ക് പോകുമ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നോക്കിയാൽ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി GH ഈസ് ഈക്വൽ ടു ഹൈറ്റിലോട്ട് പോകുകയാണെങ്കിൽ G × 1 - 2h/r ആണ്. അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു വസ്തു മുകളിലേക്ക് പോകുകയാണെങ്കിൽ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. എക്സാക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഭൂമിയുടെ ആരത്തിന്റെ പകുതി ആരം വരുമ്പോഴത്തേക്ക് ജിയുടെ മൂല്യം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. അതായത് നമ്മളിപ്പം സഞ്ചരിച്ച് H ഹൈറ്റിൽ എത്തുവാണ്. അപ്പോൾ ആ H ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ്, ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ആവുകയാണെങ്കിൽ ആ പോയിന്റിലാണ് H എങ്കിൽ ആ വസ്തുവെങ്കിൽ ആ പോയിന്റിൽ ഈ പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എർത്തിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ താഴേക്ക് പോകുന്നതോറും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് GD എന്ന് കൊടുക്കുക. അപ്പോൾ GD ഈസ് ഈക്വൽ ടു G × 1 - d/r ആണ്. അപ്പോൾ D എന്ന് പറയുന്നത് ഡെപ്ത്, എത്ര ഡെപ്തിലാണ് പോകുന്നത്, R എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പോൾ അതാണ് GD ഈസ് ഈക്വൽ ടു G × 1 - d/r. അതായത് ഇവിടുത്തെ ഒരു കേസ് നോക്കിയാൽ നമ്മൾ ഭൂമി കുഴിച്ച് താഴേക്ക് പോകുകയാണെങ്കിലും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. എപ്പോഴാണോ D യും R ഉം ഈക്വൽ ആയിട്ട് വരുന്നത് ആ സമയത്ത് D യും R ഉം കൂടി ഈക്വൽ ആയിട്ട് വരിക. അതായത് എർത്ത് വസ്തു എന്ന് പറയുന്നത് ഭൂമിയുടെ സെൻറ്ററിലെത്താണ്, കേന്ദ്രത്തിലെത്താണ്. അപ്പോൾ കേന്ദ്രത്തിലെത്തുക മീൻസ് റേഡിയസ് R ഉം D യും ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴാണോ ഭൂമിയുടെ കേന്ദ്രത്തിലെത്തുന്നത് ആ സമയത്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുടെ മൂല്യം 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എർത്തിന്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എർത്തിന്റെ സെൻറ്ററിലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അവിടുന്ന് പിന്നീട് മുകളിലേക്ക് വരുന്നതോറും കൂടി വന്നിട്ട് എർത്തിന്റെ സർഫസിൽ എത്തുമ്പോൾ മാക്സിമം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറും. ഇനി എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും വീണ്ടും എന്ത് ചെയ്യും, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരും. എപ്പോഴും എർത്തിന്റെ സർഫസിലായിരിക്കും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഭൂഗുരുത്വാകർഷണ ബലം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന F = ഇക്വേഷൻ ഒന്നുകൂടി പറയാം, F = gmm/r². ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം, എർത്തിന്റെ മാസ് വെച്ചിട്ട് മാറ്റി എഴുതാം, gmm/r² എന്ന രീതിയിൽ മാറ്റി എഴുതാം. ഇനി വേലിയേറ്റ്, അതായത് നമുക്ക് വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അവയിലേക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടുന്നു എന്ന് നമുക്ക് ഇതിന് പറഞ്ഞൂടെ. ഇനി വേലിയേറ്റവും വേലിയിറക്കം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സാർവിക ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഫലമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. വേലിയേറ്റം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സമുദ്രത്തിലെ ജലവും ഭൂഖണ്ഡങ്ങളും എല്ലാം ചേർന്ന് ഒരു ഗോളമായി നിലനിൽക്കുന്നത് ഈ ബലത്താലാണ്. അപ്പോൾ ഈ ബലം കൊണ്ടാണ് സമുദ്രവും അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളും ജലവും എല്ലാം ഗോളാകൃതിയിൽ നിൽക്കുന്നത്. അതുപോലെ ചന്ദ്രനും ഭൂമിയിലുള്ള വസ്തുക്കളിൽ തൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ഒരു ആകർഷണ ബലമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സമുദ്രത്തിലെ ജലം ചന്ദ്രൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് ഉയരുന്നു. ഇതാണ് വേലിയേറ്റത്തിന് കാരണം. വേലിയേറ്റത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അതിപ്പോൾ സമുദ്രമാണെങ്കിലും സമുദ്രത്തിലെ ജലമാണെങ്കിലും ഭൂഖണ്ഡങ്ങളാണെങ്കിലും എല്ലാം ആകർഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഭൂമി ആകർഷിക്കുന്നത് പോലെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനും ഭൂമിയിലുള്ള പദാർത്ഥങ്ങൾക്ക് മേൽ ചെറിയ തോതിലാണെങ്കിലും ഒരു ആകർഷണ ബലം ചെലുത്തുന്നുണ്ട്. ഈ ആകർഷണ ബലം കാരണം ഭൂമിക്ക് ചന്ദ്രൻ അഭിമുഖമായിട്ട് വരുന്ന സമുദ്രഭാഗത്തിലെ ജലം മുകളിലേക്ക് ഉയർന്നു വരുന്നു. അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ് ഇതിന് കാരണം, ആ വേലിയേറ്റത്തിന് കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് മാസിൽ വ്യത്യാസമുള്ള വസ്തുക്കളാണെങ്കിലും ആ ഒരേ ത്വരണത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് പതിക്കുന്നതെന്ന് പറയുന്നത് ഗലീലിയാണ്. വ്യത്യസ്ത മാസമുള്ള വസ്തുക്കളാണെങ്കിലും അതിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 തന്നെ ആയിരിക്കും. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. സൂര്യനും നക്ഷത്രങ്ങളും മറ്റെല്ലാ ഗ്രഹങ്ങളും ഉൾപ്പെടെയുള്ള ആകാശഗോളങ്ങൾ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നുവെന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം.
ഇനി സൂര്യൻ ഗ്രഹങ്ങളുടെ കേന്ദ്രമാണെന്ന് പ്രസ്താവിക്കാൻ സൗരകേന്ദ്ര മാതൃക ആവിഷ്കരിച്ചത് ആര്യഭടനാണ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ വൃത്തപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇനി നമ്മൾ അടുത്ത് വരുന്നത് കെപ്ലറുടെ നിയമമാണ്. ഇപ്പോൾ കെപ്ലർ ഈ പറയുന്ന ഗ്രഹചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കെപ്ലർ 3 ലോസ് എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. അതായത് ഒന്നാമത്തെ ലോ എന്ന് വെച്ചാൽ ലോ ഓഫ് ഓർബിറ്റ്, രണ്ടാമത്തെ ലോ ഓഫ് ഏരിയ, രണ്ടാമത്തെ ലോ ഓഫ് പീരീഡ്സ്. ഇങ്ങനെ 3 ലോസ് ആണ്. അപ്പോൾ അതിലത്തെ ഒന്നാമത്തെ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത് പരിക്രമണ പാത നിയമം, രണ്ടാമത്തേത് ലോ ഓഫ് ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവുകളുടെ നിയമം, മൂന്നാമത്തേന്ന് പറയുന്നത് ലോ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ പരിക്രമണ കാലത്തിന്റെ നിയമം. അങ്ങനെ 3 നിയമങ്ങളാണ് കെപ്ലർ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ നിയമം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പരിക്രമണ പാതയുടെ നിയമം അഥവാ ലോ ഓഫ് ഓർബിറ്റ്. ലോ ഓഫ് ഓർബിറ്റിൽ പറയുന്നത് സൂര്യൻ ഒരു കേന്ദ്രമാണ്, സൂര്യന് ചുറ്റും ബാക്കിയുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നു. ആ കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, അല്ലെങ്കിൽ ഒരു ദീർഘവൃത്താകൃതിയിലാണ് കറങ്ങുന്നത്. അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പിലല്ല, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്താകൃതിയിലല്ല, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ദീർഘവൃത്താകൃതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ദീർഘവൃത്താകൃതിയിൽ സഞ്ചരിക്കുന്നു. ഈ ദീർഘവൃത്താകൃതിയുടെ ഏതെങ്കിലും ഒരു ഫോക്കയിലായിരിക്കും സൂര്യൻ കാണപ്പെടുന്നത്. അപ്പോൾ സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലാണ് സഞ്ചരിക്കുന്നത്. അതിൽ സൂര്യൻ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും കാണപ്പെടുന്നത്, ഫോക്കയിലായിരിക്കും കാണപ്പെടുന്നത്. ഓൾ പ്ലാനറ്റ്സ് മൂവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് ദി സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോക്കൈ ഓഫ് ദി എലിപ്സ്. ആ എലിപ്സിലെ ഏതെങ്കിലും ഒരു ഫോക്കയിലായിരിക്കും ഈ പറയുന്ന സൂര്യൻ കാണപ്പെടുന്നത്. അതാണ് ലോ ഓഫ് ഓർബിറ്റിലെ കെപ്ലറിന്റെ ഒന്നാം നിയമം പറയുന്നത്. ഇതിൽ സൂര്യന് ചുറ്റും ഒരു ഗ്രഹം ചലിക്കുന്ന ദീർഘവൃത്താകൃതമായിട്ടുള്ള ഒരു പാതയാണ്. അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ബിന്ദുവാണ് ഈ പറയുന്ന പി എന്ന് പറയുന്ന ബിന്ദുവെങ്കിൽ, സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ബിന്ദുവാണ് പി, ഏറ്റവും അകന്ന് വരുന്ന ബിന്ദുവാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എയും പിയെയും പെരിഹീലിയൻ എന്നും എയും പിയെയും പെരിഹീലിയൻ എന്നും എ അബ്ഹീലിയൻ എന്നും പറയുന്നു. എ പിയുടെ പകുതി ദൂരമാണ് സെമി മേജർ അക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് വരുന്നൊരു ദൂരമുണ്ട്, അകന്ന് പോകുന്നൊരു ദൂരവും കാണപ്പെടുന്നു. ഇനി പരപ്പളവുകളുടെ നിയമം അഥവാ ലോ ഓഫ് ഏരിയ ആണ്. ലോ ഓഫ് ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തുല്യ സമയ ഇടവേളകളിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, കവർ ചെയ്യുന്ന പരപ്പളവ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരേ പർട്ടിക്കുലർ ടൈമിൽ ഒരു ഏരിയ എടുക്കുകയാണ്. അപ്പോൾ ആ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അതായത് തുല്യ ഇടവേളകളാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ സമയ ഇടവേളകളിലും തുല്യമായിട്ടുള്ള രീതിയിലായിരിക്കും അത് കവർ ചെയ്യുന്ന പരപ്പളവ് എന്ന് പറയുന്നത്. സൂര്യൻ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാനറ്റ്സ് സൂര്യനെ കവർ ചെയ്യുന്ന പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്ന് ആരും തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാവും. അപ്പം ഗ്രഹങ്ങൾ സൂര്യനോട് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സൂര്യനോട് അടുത്താണെങ്കിൽ അവിടെ വളരെ പതുക്കെയും, അതായത് വേഗത കുറച്ചും, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വേഗത കൂട്ടിയുമായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേഗത കൂട്ടിയും, ഇവിടെ കൂടുതൽ അകലത്തിലായിരിക്കുമ്പോൾ വേഗത കൂടുതലായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും, ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വെലോസിറ്റി കുറവാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കവർ ചെയ്യുന്ന ദൂരവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കവർ ചെയ്യുന്ന ഏരിയ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇത് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ കവർ ചെയ്യുന്ന ഏരിയ ഒരുപോലെ സഞ്ചരിക്കുന്നത്. ഗ്രഹത്തിന് മേൽ അനുഭവപ്പെടുന്ന ഗുരുത്വബലം കേന്ദ്രബലമാണ്. അതിനാൽ കോണീയാക്കം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ഈ പറയുന്ന ലോ ഓഫ് ഏരിയ വരുന്നത്. അപ്പോൾ ലോ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ R+P, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലോ ഓഫ് ഏരിയ കടന്നു പോകുന്നത്. അപ്പോൾ ലോ ഓഫ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിന്റെ കൺസർവേഷൻ ആണ് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, കോണീയ ആക്കത്തിന്റെ സംരക്ഷണമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ലോ ഓഫ് പീരീഡ് അഥവാ പരിക്രമണ കാലങ്ങളുടെ നിയമമാണ്. അപ്പോൾ ലോ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാനറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാനറ്റിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സഞ്ചാരപാതയ്ക്ക് എടുക്കുന്ന സമയത്തിന്റെ അല്ലെങ്കിൽ പരിക്രമണ കാലത്തിന്റെ വർഗ്ഗം, അതായത് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്രഹത്തിന്റെ പരിക്രമണ കാലം ടി, ആ ടിയും അത് പരിക്രമണം ചെയ്യുന്ന സെമി മേജർ ആക്സിസിന്റെ ഏരിയ റേഡിയസ് എന്ന് പറയുന്നത് എയും ആണെങ്കിൽ ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം. ആ ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം, ആ എ ക്യൂബ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് കെപ്ലറിൻ്റെ 3 നിയമങ്ങൾ എന്ന് പറയുന്നത്. ജോഹന്നാസ് കെപ്ലറാണ്, ജർമ്മൻ വംശജനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ജോഹന്നാസ് കെപ്ലർ. അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന കെപ്ലറിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ 3 നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടൈക്കോ ബ്രാഹോയുടെയും സഹപ്രവർത്തകരുടെയും നിരീക്ഷണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഗ്രഹചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന 3 നിയമങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു, ആവിഷ്കരിച്ചു. ഒരു ടെലസ്കോപ്പിൽ വന്ന് പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് ആദ്യമായിട്ട് വിശദീകരണം നൽകിയത് ജോഹന്നാസ് കെപ്ലറാണ്. ജാമിതീയ പ്രകാശത്തിന്റെ, അതായത് ജോമെട്രിക്കൽ ഒപ്റ്റിക്സിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ഈ പറയുന്ന ജോഹന്നാസ് കെപ്ലറാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത കേസ് സൗരയൂഥവും ഗുരുത്വാകർഷണ ബലമാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്, പരിക്രമണം സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ പരിക്രമണം ചെയ്യും. അപ്പോൾ പരിക്രമണം ചെയ്യുമ്പോഴും ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്ന ഒരു ബലമുണ്ട്. ആ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം. അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം ഇല്ലെങ്കിൽ ഈ ഭ്രമണപാതയിൽ നിന്ന് അതെപ്പോഴേ വിട്ടുപോകുമായിരുന്നു. ഈ ഗുരുത്വാകർഷണ ബലത്തെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ സൂര്യൻ ആ വസ്തുവിനെ കേന്ദ്രത്തിലേക്ക് അടുപ്പിക്കുന്ന ബലമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എപ്പോഴാണോ ഈ അഭികേന്ദ്ര ബലവും അതുപോലെ തന്നെ ഈ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും, അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഗുരുത്വാകർഷണ ബലവും തുല്യമായിട്ട് വരുന്നത്, അപ്പോഴാണ് ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന അഭികേന്ദ്ര ബലവും സൂര്യൻ ആകർഷിക്കുന്ന ഗുരുത്വാകർഷണ ബലവും തുല്യമായിട്ട് വരുമ്പോഴാണ് ആ ഒരു പ്ലാനറ്റ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എന്താണ് കേന്ദ്ര ബലങ്ങൾ അഥവാ സെൻട്രൽ ഫോഴ്സ്? സെൻട്രൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ആധാര ബിന്ദുവിനെ അടിസ്ഥാനമാക്കി ഒരു കണത്തിന് ഉണ്ടാകുന്ന ആട്ടവ്യത്യാസത്തിന്റെ നിരക്കാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ R×F, ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R×F ആണ്. അപ്പോൾ ഈ ടോർക്ക് ഈസ് ഈക്വൽ ടു dl/dt എന്ന് എഴുതാം. അതായത് എഫ് ബലം കൊണ്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന ടോർക്കാണ് ടോ എന്ന് പറയുന്നത്. ആ ടോർക്ക് 0 ആണെങ്കിൽ അവിടെ dl/dt എന്താണ്, dl/dt 0 ആണ്. അപ്പോൾ dl/dt 0 ആണെങ്കിൽ L എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരമായിരിക്കും. അതായത് കോണീയ ആക്കം സ്ഥിരമായിരിക്കും. എഫ് 0 ആവുകയോ അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ R റേഡിയസ് ഒക്കെ 0 ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ dl/dt 0 ആകും. dl/dt 0 ആകുക മീൻസ് അവിടെ L എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് കോണീയ ആക്കം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബലത്തിന് പറയുന്ന പേരാണ് കേന്ദ്ര ബലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ പറയുന്ന കേന്ദ്രീയ ബലം കൊണ്ടുള്ള ചലനത്തിൽ കോണീയാക്കം എപ്പോഴും എന്ത് ചെയ്യും, സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, കേന്ദ്രീയ ബലം കൊണ്ടുള്ള ഒരു കണത്തിന്റെ ചലനം എല്ലായ്പ്പോഴും ഒരു തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. രണ്ടാമത്തെ കേസ്, കേന്ദ്രീയ ബലത്തെ അപേക്ഷിച്ച് ഒരു കണത്തിന്റെ സ്ഥാന സദിശത്തിന് ഒരു സ്ഥിര ഏരിയൽ പ്രവേഗമുണ്ട്. അതായത് വസ്തു കേന്ദ്ര ബലത്തിന്റെ സ്വാധീനത്തിനനുസരിച്ച് നീങ്ങുമ്പോൾ സ്ഥാന സദിശം തുല്യ ഇടവേളകളിൽ തുല്യ പരപ്പളവ് ഉണ്ടാക്കി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. തുല്യ ഇടവേളകളിൽ തുല്യ പരപ്പളവ് കവർ ചെയ്ത് പോകും. ഇനി അടുത്ത അതിനകത്തുള്ളത് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ് ആണ് നോക്കാം. അതായത് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ എന്ന് പറഞ്ഞാൽ, ന്യൂട്ടനാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. അത് പ്രസ്താവിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ്. ചുരുക്കപ്പേരാണ് പ്രിൻസിപ്പിയ എന്ന് പറയുന്നത്. ന്യൂട്ടൺ മെത്തേഡുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന എസ് ചന്ദ്രശേഖർ രചിച്ച പുസ്തകമാണ് ന്യൂട്ടൻസ് പ്രിൻസിപ്പിയ ഫോർ ദി കോമൺ റീഡർ എന്ന് പറയുന്നത്. എസ് ചന്ദ്രശേഖർ പ്രിൻസിപ്പിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രബന്ധം തയ്യാറാക്കാൻ 10 വർഷം ചെലവഴിക്കേണ്ടി വന്നു. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും മഹത്തായ നിർമ്മിതി എന്ന് ലഗ്രാഞ്ചിയെ വിശേഷിപ്പിച്ച ന്യൂട്ടന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിയ. അതായത് മനുഷ്യ മനസ്സിന്റെ ഏറ്റവും മഹത്തായ നിർമ്മിതി എന്ന് ലഗ്രാഞ്ചി ഹാമിൽട്ടോണിയൻ ജാക്കോബിയൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിസത്തിൽ അപ്പോൾ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും മഹത്തായ നിർമ്മിതി എന്ന് ലഗ്രാഞ്ചി വിശേഷിപ്പിച്ച ന്യൂട്ടന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിയ എന്ന് പറയുന്ന പുസ്തകം. ഇനി നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു, അതായത് ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഫ്രീ ഫോൾ അഥവാ നിർബാധ താഴേക്ക് പതനം എന്ന് നോക്കുമ്പോൾ, ഒരു വസ്തു ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് താഴോട്ട് വരാൻ അനുവദിച്ചാൽ ആ വസ്തു എന്ത് ചെയ്യുന്നു, ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ട് താഴേക്ക് പതിക്കുന്നു. അപ്പം അങ്ങനെ താഴേക്ക് പതിക്കുന്നതാണ് ഫ്രീ ഫോൾ അഥവാ നിർബാധ പതനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കർഷണവും ഇല്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു താഴേക്ക് പതിക്കുന്നതാണ് ഈ പറയുന്ന നിർബാധ പതനം. പക്ഷേ നമ്മൾ പറയുന്നത് എന്തായാലും നമുക്ക് വായു ഉണ്ട്, അപ്പോൾ വായുവിന്റെ കർഷണമുണ്ട് എങ്കിൽ പോലും വായുവിന്റെ കർഷണം നമ്മൾ വളരെ കുറവാണ്, അത് പരിഗണിക്കേണ്ടെന്നുണ്ടെങ്കിൽ വായുവിന്റെ കർഷണം അവോയ്ഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു കർഷണവും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ ഭൂമിയുടെ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട് ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവാണ് ആ പതനത്തെയാണ് നിർബാധ പതനം അഥവാ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുന്നുവെങ്കിൽ നാം ബാലൻസിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ബാലൻസ് നമ്മളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് ബാലൻസിംഗ് കാണുന്ന റീഡിംഗിൽ കാണിക്കുന്നത്. ബാലൻസ് നമ്മൾ പ്രയോഗിക്കുന്ന ബലം പ്രതിബലമാണ്. സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിടുന്ന വസ്തുവിന്റെ ത്രാസ് ഉൾപ്പെടെ താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അതിന്റെ റീഡിംഗ് എത്രയായിരിക്കും, 0 ആണ്. അപ്പോൾ നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. അതായത് നിർബാധ പതനം കാണിക്കുന്ന ഒരു വസ്തുവിന് ഭാരമില്ലായ്മ, അതായത് വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും എന്ന് മനസ്സിലാക്കിക്കോളാം. അവിടെ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. അതെന്താണ്, നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഒരു ഭാരമില്ലായ്മ അനുഭവപ്പെടും. ജെയിന്റ് വീൽ താഴേക്ക് വരുമ്പോൾ നിർബാധത്തിലായതിനാലാണ് ഭാരക്കുറവ്. ജെയിന്റ് വീൽ ഒരാൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഭാരക്കുറവ് അനുഭവപ്പെടും. അപ്പോൾ അതിന് കാരണം എന്താണ്, താഴേക്ക് വരുമ്പോഴത്തേക്ക് നിർബാധ പതനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. ജലം നിറച്ച സുഷിരമുള്ള കുപ്പി താഴേക്ക് പതിക്കുമ്പോൾ ജലം പുറത്തു പോകാത്തതിന് കാരണം ജലത്തിനും കുപ്പിക്കും ഒരേ ത്വരണമാണ്. ജലവും കുപ്പിയും ഒരേ ത്വരണത്തിലാണ്. അതിനാൽ വെള്ളത്തിന്റെ പ്രതിബലം അനുഭവപ്പെടുന്നില്ല. ഇതാണ് ജലപ്പുറത്ത്, അതായത് ജലവും കുപ്പിയും കൂടി നമ്മൾ ഒരേ താഴേക്ക് നിർബാധം പതിക്കാൻ അനുവദിച്ചാൽ ജലത്തിനും കുപ്പിക്കും ഒരേ ത്വരണമാണ്. ഒരേ ത്വരണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജലം പുറത്തേക്ക് ഒരു ത്വരണത്തോടു കൂടി കടന്നു പോകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിർബാധ പതനമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അനുഭവപ്പെടുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഗുരുത്വ സ്ഥിതികോർജ്ജമാണ്. അപ്പോൾ ഗുരുത്വ സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലം ചെയ്ത പ്രവൃത്തിയുടെ പാത ആശ്രയിക്കുന്നില്ലെങ്കിൽ അത്തരം ബലങ്ങളാണ്. ഇപ്പം രണ്ട് ബലങ്ങൾ, കൺസർവേഷണൽ ഫോഴ്സും നോൺ കൺസർവേഷണൽ ഫോഴ്സും. കൺസർവേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സ് ചെയ്യുകയാണ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് പാതയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൺസർവേഷണൽ ഫോഴ്സ്. ആ കൺസർവേഷൻ ഫോഴ്സിന് എക്സാമ്പിളാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം. കൺസർവേഷൻ ഫോഴ്സിന് എക്സാമ്പിളാണ്. ഗുരുത്വബലം കൊണ്ടുണ്ടാകുന്ന സ്ഥിതികോർജ്ജമാണ് ഗുരുത്വ സ്ഥിതികോർജ്ജം അഥവാ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതായത് ഒരു ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഉണ്ടാകുന്ന വർക്ക്, അതായത് ആ പ്രവൃത്തി ഊർജ്ജമായിട്ട് സംരക്ഷിച്ചു വെക്കുന്നുണ്ട്. ആ സ്ഥിതികോർജ്ജത്തെയാണ് ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P = -gmm/r ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. -gmm/r എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗുരുത്വാകർഷണ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അതായത് ഗുരുത്വാകർഷണ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. r അകലം അനന്തമായി പരിഗണിച്ചാൽ ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് എത്രയാണ്, 0 ആയിരിക്കും. ഒരു അകലം എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1/∞ 0 ആകുമ്പോഴത്തേക്ക് r എന്ന് പറയുന്നത് ഭയങ്കര ദൂരത്തിലാണെങ്കിൽ ഈ പറയുന്ന ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ഈ പറയുന്ന വെലോസിറ്റി ഗുരുത്വാകർഷണ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ 0 ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതാണ് ഗുരുത്വാകർഷണ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി സാറ്റലൈറ്റിൻ്റെ കേസാണ് പറയുന്നത്. സാറ്റലൈറ്റിൻ്റെ കേസിൽ സാറ്റലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗ്രാവിറ്റേഷൻ, അവിടെ സാറ്റലൈറ്റിൻ്റെ കേസിലുള്ള വെലോസിറ്റി പറയുകയാണെങ്കിൽ എർത്തിൻ്റെ ഇതെന്ന് പറയുന്നത് F ഈക്വൽ ടു നമുക്ക് സാറ്റലൈറ്റ് എടുക്കാം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ്, അത് m മാസാണ് എർത്തിൻ്റെ റേഡിയസ് 6, h അകലത്തിൽ സാറ്റലൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. സാറ്റലൈറ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ m ആണ്. അപ്പോൾ F =Gm1m2/r² ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, F =G, ഒന്ന് എർത്താണ്, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ m, ഒന്ന് സാറ്റലൈറ്റ് ആണ്, അപ്പോൾ സ്മോൾ ലെറ്റർ m കൊടുക്കണം, /r+h² ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്തിന് ഈക്വലാണ്, ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വലാണ്. കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സും കൂടി കൊണ്ടാണ് ഈ പറയുന്ന സാറ്റലൈറ്റിനെ പിടിച്ചെടുക്കുന്നത്. അതായത് mv²/r തുല്യമാണ്. അതായത് r ആവത്തിൽ ഇവിടെ r+h ആണ്. അപ്പോൾ ഇത് ഒരു r+h വെട്ടിപ്പോവും, ഒരു m വെട്ടിപ്പോവും. അങ്ങനെ വെട്ടിപ്പോകുമ്പോഴത്തേക്ക് v² എന്ത് കിട്ടും, Gm/r+h. അപ്പം v √Gm/r+h. അപ്പോൾ ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എമ്മിനെ മാത്രം, അതായത് എർത്തിൻ്റെ മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പിന്നെ ആരെ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, എത്ര ദൂരത്തിലാണോ ആ സാറ്റലൈറ്റ് നിൽക്കുന്നത് ആ ഹൈറ്റിനെ മാത്രമേ ഈ പറയുന്ന ഈ വെലോസിറ്റി എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വെലോസിറ്റിയെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ എനർജി നമ്മൾ പറയുകയാണ്. എനർജി എന്ന് പറയുന്നത് എനർജി ഉണ്ട് സാറ്റലൈറ്റിൻ്റെ, അത് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കണ്ടുപിടിക്കാൻ ½ v² വെച്ച് കണ്ടുപിടിക്കാം. ഓൾറെഡി v നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ½ × m എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെതാണ്, m × Gm/r+h. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 ×
ജി എം ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. അപ്പോൾ ഇതിന് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് എച്ച് എന്ന് മാത്രം കിട്ടും. അത് നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ഉള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാം? ആ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത്, ആകെ ഊർജ്ജം കണ്ടുപിടിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആകെ എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജി ഫോം ആയിരിക്കും കിട്ടുന്നത്. നെഗറ്റീവ് ആണ്, മൈനസ് വാല്യൂ ആയിരിക്കും, ഊർജ്ജം നെഗറ്റീവ് ആണ്. അതായത് ദീർഘവൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഉപഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും നമുക്ക് കാണാം. അത് ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും ഓരോ ബിന്ദുവിലും വ്യത്യസ്തമായിരിക്കും. ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നൊരു നിശ്ചിത ദൂരത്തിലായതിനാൽ അവയുടെ ഊർജ്ജം പോസിറ്റീവാണ്. പോസിറ്റീവോ പൂജ്യമോ ആകാൻ കഴിയില്ല. അതായത് നമുക്ക് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ രീതിയിൽ ഊർജ്ജം പോസിറ്റീവാണ്, പക്ഷേ ഇവിടെ പോസിറ്റീവോ പൂജ്യമോ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഊർജ്ജം എന്ത് ചെയ്യാം? പോസിറ്റീവോ പൂജ്യമോ ആയാൽ ആ വസ്തു എന്ത് ചെയ്യും? അനന്തതയിലേക്ക് പോകും, അതായത് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ആ എനർജി നെഗറ്റീവ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു സാറ്റലൈറ്റ് പരിക്രമണം ചെയ്യുമ്പോൾ അത് എച്ചിനെ മാത്രമേ, ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മൈനസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എനർജിയിൽ ഒരു മൈനസ് ചെയ്യും. അതായത് എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. ഒരു സാറ്റലൈറ്റിൻ്റെ കേസിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പിന്നെ ഒരു സാറ്റലൈറ്റിൻ്റെ കേസിൽ, ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ കേസിൽ ഒരിക്കലും ദീർഘവൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവിടുത്തെ എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൂജ്യം ആവുകയോ അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുകയോ ചെയ്യില്ല. അങ്ങനെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ, ടോട്ടൽ എനർജി പൂജ്യമോ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആ വസ്തു എന്ന് പറയുന്നത് അനന്തതയിലാണ്. അതായത് അത് പലായനം ചെയ്ത് പോകാൻ, എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് എനർജി ഫോം മാത്രമേ ഇതിൽ കാണപ്പെടുന്നുള്ളൂ, ഒരു സാറ്റലൈറ്റിൻ്റെ കേസിലുള്ള ടോട്ടൽ എനർജിയിൽ കാണപ്പെടുന്നുള്ളൂ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി. അതായത് ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടി ആ ഭൂമിയുടെ പരിധി, ആ വസ്തുവിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്ന വസ്തുവിന് വേണ്ട കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നതിന്, ഇപ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വസ്തു, അപ്പം ഭൂമിയിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ അറിയുമ്പോൾ ആ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ വസ്തു എന്ത് ചെയ്യും? ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എസ്കേപ്പിംഗ് വെലോസിറ്റി അഥവാ പലായന പ്രവേഗം എന്ന് പറയുന്നത്. എർത്തിന്റെ എസ്കേപ്പിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? എസ്കേപ്പിംഗ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് 11.2, മൂണിന്റെ കേസിലാണെങ്കിൽ 2.4 അല്ലെങ്കിൽ 2.3 ആണ് എസ്കേപ്പിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എസ്കേപ്പിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് W = അതായത് നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ പറഞ്ഞു. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ജി എം എം ബൈ ആർ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ജി എം എം ബൈ ആർ ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ V = √2gr എന്ന് വരും. V = √2gr. ഇത് വേറെ രീതിയിൽ എഴുതാം. V = √2gr. ഈ ജിക്ക് വില കൊടുക്കുകയാണെങ്കിൽ V = 2 ഇൻറ്റു ജി എന്ന് പറയുന്നത് എന്താണ്? ജി എം ബൈ ആർ ആണ്, ഇൻറ്റു ആർ. അപ്പോൾ ഇത് വെട്ടിക്കളയുമ്പോൾ ഇങ്ങനെയും വരാം, V = √2gm എന്നും വരാം. അതായത് അങ്ങനെ വരുവാണെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ വരുവാണെങ്കിലും കോൺസ്റ്റന്റ് ആണ് V എന്ന് പറയുന്നത്. കാരണം V എന്ന് പറയുന്നത് വസ്തുവിന്റെ മാസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് വസ്തുവാണെങ്കിലും ഈ പലായന പ്രവേഗം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കാരണം ഇപ്പം ആദ്യത്തെ ഇക്വേഷൻ വെച്ചാൽ V = √2gr. അതിനകത്ത് ആക്സലറേഷൻ ടു ഗ്രാവിറ്റിയും സെയിം ആണ്, റേഡിയസ് സെയിം ആണ് എർത്തിന്റെ. അപ്പോൾ അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസിൽ V = √2gm. G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്, M മാസ് ഓഫ് ദി എർത്ത് ആണ്. രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ പറയുന്ന പലായന പ്രവേഗം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ പലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 ആണ്. ചന്ദ്രൻ്റെ പലായന പ്രവേഗം കുറവാണ്, കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. അപ്പോൾ അന്തരീക്ഷമില്ലാത്തതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പലായന പ്രവേഗം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഏത് നിറത്തിൽ കാണപ്പെടുന്നത്? ഈ പറയുന്ന ചന്ദ്രനിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ബ്ലാക്ക് നിറത്തിൽ കാണുന്നതിന് കാരണം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പരിക്രമണപാത ഏറെക്കുറെ വൃത്താകൃതിയിലാണ്. അത് 27 ദിവസം എടുക്കും ചന്ദ്രൻ ഒന്ന് കറങ്ങി വരാൻ. ഏകസമാനമായ ഒരു ഗോളശലിലെ ഒരു കണികയ്ക്ക് മേൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ കണിക ഏകസമാനമാണ്, അതായത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ആ കണികൾക്ക് മേൽ അനുഭവപ്പെടുന്ന ബലം എവിടെയായിരിക്കും? ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്കായിരിക്കും അനുഭവപ്പെടുന്നത്. എപ്പോഴും ആലോചിച്ച് നോക്കിയാൽ ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്കായിരിക്കും. പിന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഷെല്ലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, സ്പെറിക്കൽ ഷെല്ലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അനുഭവപ്പെടുന്ന ബലം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ബലമോ ചാർജോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഗുരുത്വ തരംഗങ്ങൾ നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ 1915 മുന്നോട്ട് വെച്ച പൊതു ആപേക്ഷിക സിദ്ധാന്തം, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സുപ്രധാനമായ ഒരു പ്രവചനമാണ് ഗുരുത്വ തരംഗങ്ങൾ അഥവാ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടെന്ന് കണ്ടെത്തി. ഈ സിദ്ധാന്തപ്രകാരം ഭൂമിയിൽ ഭാരമുള്ള ഒരു വസ്തുവിന് അതിന് ചുറ്റുമുള്ള സ്പേസിന്റെയും സമയത്തിന്റെയും ഘടനയെ മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരമുള്ള വസ്തുക്കളുടെ ചലനം സ്പേസ് സമയ ഓളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. 130 കോടി പ്രകാശവർഷങ്ങൾക്കകലെ 2 തമോഗർത്തങ്ങൾ, അതായത് ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിച്ചപ്പോൾ പുറപ്പെടുവിക്കുന്ന ഗുരുത്വ തരംഗങ്ങൾ അമേരിക്കയിലെ ലൈഗോ നിരീക്ഷണശാലയിൽ കണ്ടെത്തിയത് 2015 സെപ്റ്റംബർ 14 ഭൗതികശാസ്ത്രത്തിലെ 2017 വർഷത്തെ നോബൽ സമ്മാനം ലിഗോയുടെ മുഖ്യ ശില്പികളായ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള റെയ്നർ വൈസ്, ഭാരി സി ബാരിഷ്, കിപ്പ് എസ് തോമസ് എന്നിവർ പങ്കിട്ടു. ഗുരുത്വ തരംഗങ്ങളുടെ ശക്തമായ സ്രോതസ്സുകളിൽ പലതും ഒരു തരത്തിലുള്ള പ്രകാശവും പുറപ്പെടുവിക്കുന്നില്ലെന്നും കണ്ടെത്തി. ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രനിലെ പലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് എസ്കേപ്പ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2.38 km/s ആണ്. അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ km/s ആണ്. സെക്കൻഡിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പലായന പ്രവേഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.